എല്ലാവർക്കും ബ്രില്യൻസ് PSCയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഷാനി. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിനുള്ള ക്ലാസ്സുകൾ, അതായത് സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന 4ാമത്തെ ക്ലാസ്സാണിത്. മുൻപുള്ള ക്ലാസ്സുകൾ കാണാത്തവർ ആ ക്ലാസ്സും കൂടെ കാണാൻ ശ്രമിക്കുക. ഇനി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. നോട്ട് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ ചാനൽ കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ സംസ്ഥാന വനിതാ കമ്മീഷൻ എടുത്തിട്ടുണ്ട്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, ഇങ്ങനെയുള്ള അതുപോലെ വിവരാവകാശ കമ്മീഷൻ ദേശീയ തലത്തിൽ സംസ്ഥാന തലത്തിലൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതിൽ ബാക്കിയുള്ളത് ദേശീയ വനിതാ കമ്മീഷനാണ് അല്ലേ. നമ്മൾ സംസ്ഥാന വനിതാ കമ്മീഷനാണ് എടുത്തിട്ടുള്ളത്. ഇനി എടുക്കാൻ പോകുന്നത് ദേശീയ വനിതാ കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത് 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരമാണ്. ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത് 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരമാണ്. ഈ നിയമത്തിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 1990 ഓഗസ്റ്റ് 30-നാണ്. ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് 1990 ഓഗസ്റ്റ് 30-ന്. ഇത് പ്രകാരം ഈ നിയമം നിലവിൽ വന്നത്, ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31-ന്. എന്നാ നിലവിൽ വന്നത് 1992 ജനുവരി 31-ന്. ഇതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഒരധ്യക്ഷൻ ഉണ്ടായിരിക്കും, 5 അംഗങ്ങളും ഉണ്ടായിരിക്കും. ഒരധ്യക്ഷൻ, 5 അംഗങ്ങളും ദേശീയ വനിതാ കമ്മീഷനിൽ ഉണ്ടായിരിക്കും. ഈ 5 അംഗങ്ങളിൽ ഒരാൾ SC/ST വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം. 5 അംഗങ്ങൾ ഉണ്ടാവും, അതുപോലെ ഒരു അധ്യക്ഷനുണ്ട്. ഈ 5 അംഗങ്ങളിൽ ഒരാൾ SC/ST വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ്റെ ഇവരെ നിയമിക്കുന്നത്. അതായത് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. നീക്കം ചെയ്യുന്നതോ കേന്ദ്ര സർക്കാർ. നിയമിക്കുന്നത് രാഷ്ട്രപതി, നീക്കം ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ. റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. ഇവരുടെ ആസ്ഥാനം, ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് നിർഭയ ഭവൻ, ഡൽഹിയിലെ നിർഭയ ഭവനാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ഫസ്റ്റ് അധ്യക്ഷ ജയന്തി പട്നായകാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ. നിലവിലെ അധ്യക്ഷ ആരാണ്? വിജയ കിഷോർ രഹിത്കർ ആണ്. നിലവിലെ അധ്യക്ഷ വിജയ കിഷോർ രഹിത്കർ ആണ്. 2 തവണ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ച ആളാണ് ഗിരിജാ വ്യാസും രേഖാ ശർമ്മയും. 2 തവണ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷത വഹിച്ച ആളാണ് ഗിരിജാ വ്യാസ്, രേഖാ ശർമ്മ. ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷനായ ആദ്യത്തെ പുരുഷൻ അലോക് റാവത്താണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ച ആദ്യ പുരുഷൻ അലോക് റാവത്താണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം രാഷ്ട്രമഹിള. നമ്മൾ നേരത്തെ പഠിച്ചു, സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം സ്ത്രീ ശക്തിയാണെങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം രാഷ്ട്രമഹിളയാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഉപഭോക്തൃ സംരക്ഷണം അല്ലേ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് ഉപഭോക്തൃ സംരക്ഷണം. മിക്കപ്പോഴും എല്ലാ എക്സാമുകൾക്കും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. കൂടുതലും നമുക്ക് ഇവിടുന്ന് സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. അപ്പോൾ എന്താണ് ഉപഭോഗം? അതായത് പണം കൊടുത്തോ കൊടുക്കാമെന്നുള്ള വ്യവസ്ഥയിലോ സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്നതാണ് ഉപഭോഗം.
അല്ലേ? പണം കൊടുത്തോ അല്ലെങ്കിൽ പണം കൊടുക്കാമെന്നുള്ള വ്യവസ്ഥയിലോ സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്നതാണ് ഉപഭോഗം. ഉപഭോക്താവ് സെക്ഷൻ 2-7 പറയുന്നുണ്ട് ഉപഭോക്താവിനുള്ള നിർവചനം എന്താണ്? അതായത് പണം കൊടുത്തോ പണം കൊടുക്കാമെന്നുള്ള വ്യവസ്ഥയിലോ സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്ന ആളിനെ ഉപഭോക്താവ് എന്ന് പറയുന്നു. ഉപഭോക്താവിൻ്റെ നിർവചനം കിടക്കുന്നത് സെക്ഷൻ 2-7 ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രമേയം അംഗീകരിച്ചത് 1985 ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രമേയം അംഗീകരിച്ച വർഷം 1985. ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഒരു നിയമം നിലവിൽ വന്നത് 1986 ഡിസംബർ 24-നാണ്. 1986 ഡിസംബർ 24-നാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഡിസംബർ 24-ന് ദേശീയ ഉപഭോക്തൃ സംരക്ഷണ ദിനം എന്നാണ് പറയുന്നത് അല്ലേ? 86 ഡിസംബർ 24-നാണ് ദേശീയ ഉപഭോക്തൃ സംരക്ഷണ സമിതി വരുന്നത്. അതുകൊണ്ട് തന്നെ ഡിസംബർ 24-ന് ദേശീയ ഉപഭോക്തൃ സംരക്ഷണ ദിനമായിട്ട് പ്രഖ്യാപിച്ചു. അതേസമയം ലോക ഉപഭോക്തൃ സംരക്ഷണ ദിനം എന്ന് പറയുന്നത് മാർച്ച് 15-ലാണ്. ലോക ഉപഭോക്തൃ ദിനം എന്ന് പറയുന്നത് മാർച്ച് 15. ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്തിട്ടുള്ളത് 2019-ലാണ്. 2019 ഈ നിയമം ഭേദഗതി ചെയ്തു. നമ്മുടെ വനിതാ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്തത് 2019-ലാണ്. ഈ നിയമം ലോകസഭ പാസാക്കിയത് 2019 ജൂലൈ 3-ന്. രാജ്യസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 6-നാണ് അല്ലേ? ഈ നിയമം ലോകസഭ പാസാക്കിയത് 2019 ജൂലൈ 3. രാജ്യസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 6. 2019 ഓഗസ്റ്റ് 6. രാഷ്ട്രപതി നിയമം അംഗീകരിച്ചത് 2019 ഓഗസ്റ്റ് 9-നാണ്. രാഷ്ട്രപതി ഈ നിയമം അംഗീകരിച്ചത് 2019 ഓഗസ്റ്റ് 9. സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2020 ജൂലൈ 20-ന്. ഈ ഡേറ്റ് മറക്കരുത്. പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2020 ജൂലൈ 20. ഈ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 8 ആണെങ്കിൽ എത്ര വകുപ്പുകളുണ്ട്? 107 വകുപ്പുകളുണ്ട് അല്ലേ? അതായത് ഈ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 8 ആണ്. ഇനി ഇതിലെ വകുപ്പുകൾ 107 വകുപ്പുകളാണ് ഇതിലുണ്ടാവുക. ഇനി എന്തൊക്കെയാണ് ഓരോന്നും നോക്കാം. ഒന്നാമത്തെ അധ്യായത്തിൽ എന്താ പറയുന്നത്? പ്രാരംഭിക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് സെക്ഷൻ 1ഉം 2ഉം ആണ് ഉൾപ്പെടുന്നത് അല്ലേ? നേരത്തെ നമ്മൾ പഠിച്ചില്ല, ഉപഭോക്താവിൻ്റെ ഇതൊക്കെ പഠിച്ചില്ല നിർവചനം. അപ്പം അധ്യായം 1-ൽ പറയുന്നത് പ്രാരംഭിക, സെക്ഷൻ 1ഉം 2ഉം. രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഉപഭോക്തൃ സംരക്ഷണ സമിതി, സെക്ഷൻ 3-9-ലാണ്. ഉപഭോക്തൃ സംരക്ഷണ സമിതി, ഉപഭോക്തൃ സംരക്ഷണ സമിതി സെക്ഷൻ 3-9. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 10-27 10-27 കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതിയെ കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ് നാലാമത്തെ ചാപ്റ്റർ എന്താ പറയുന്നത്? ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ സെക്ഷൻ എത്ര മുതലാ? 28-73. അങ്ങനെ സെക്ഷൻ 74-81 വരെയാണ് മധ്യസ്ഥത പറയുന്നത് അല്ലേ? ചാപ്റ്റർ 5-ലാണ് മധ്യസ്ഥത. ഈ മധ്യസ്ഥതയിൽ
സെക്ഷൻ 4 to 8 വരെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് അതുപോലെ ചാപ്റ്റർ 5 ആണ്. 6ാമത്തെ ചാപ്റ്ററിൽ ഉൽപ്പന്ന ബാധ്യത. ഉൽപ്പന്ന ബാധ്യതയെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 82 to 87 ആണ് കേട്ടോ. ഉൽപ്പന്ന ബാധ്യതയെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 82 to 87. 7ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് കുറ്റങ്ങളും പിഴകളും. സെക്ഷൻ 88 to 93. എന്താണ് 88 to 93 പറയുന്നത്? കുറ്റങ്ങളും പിഴകളും. 8ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് പല വക കാര്യങ്ങൾ. 8ാമത്തെ ചാപ്റ്ററിൽ എന്താ പറയുന്നത്? പല വക കാര്യങ്ങൾ പറയുന്നത്. ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ. എന്തൊക്കെയാണ് ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സുരക്ഷിതത്വത്തിനുള്ള അവകാശം. എന്താണ്? സുരക്ഷിതത്വത്തിനുള്ള അവകാശം. 2ാമത് അറിയാനുള്ള അവകാശം. അറിയാനുള്ള അവകാശമാണ് 2ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങളിൽ നിന്ന് ഉപഭോക്താവിനെ സംരക്ഷിക്കുന്നതിനായി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരം, അളവ്, പരിശുദ്ധി, വില തുടങ്ങിയ അറിയാനുള്ള അവകാശം. അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങളിൽ നിന്നും ഉപഭോക്താവിനെ സംരക്ഷിക്കുന്നതിനായി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരം, അളവ്, പരിശുദ്ധി, വില തുടങ്ങിയവ അറിയാനുള്ള ആഗ്രഹം. അടുത്തത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം. അല്ലേ? നമുക്കൊരു കടയിൽ പോയിട്ട് ഇഷ്ടമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. അപ്പോൾ എന്താ നിർവചനം കൊടുത്തിരിക്കുന്നത്? വൈവിധ്യമാർന്ന ചരക്കുകളോ സേവനങ്ങളോ മത്സരാധിഷ്ഠിത വിലകളിൽ ലഭ്യമാകുന്നിടത്തു നിന്നെല്ലാം തിരഞ്ഞെടുക്കാനുള്ള അവകാശം. നെക്സ്റ്റ്, കേൾക്കാനുള്ള അവകാശം. കേൾക്കാനുള്ള അവകാശം. ഉചിതമായ വേദികളിൽ ഉപഭോക്താവിൻ്റെ താൽപ്പര്യങ്ങൾ കേൾക്കുന്നതിനും ഉറപ്പു നൽകുന്നതിനും അർഹമായ പരിഗണന ലഭിക്കുന്നതിനുമുള്ള അവകാശം. കേൾക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ ഉചിതമായ വേദികളിൽ ഉപഭോക്താവിൻ്റെ താൽപ്പര്യങ്ങൾ കേൾക്കുന്നതിനും ഉറപ്പ് നൽകുന്നതിനും അർഹമായ പരിഗണന ലഭിക്കുന്നതിനുള്ള അവകാശം. നെക്സ്റ്റ്, പരിഹാരം തേടാനുള്ള അവകാശം. അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾ, ചൂഷണം എന്നിവയ്ക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശമാണ് ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. എന്താണ്? ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. ഇനി ആരാണ് പരാതിക്കാരൻ എന്നാണ് ചോദിക്കുന്നത്. ആരാണ് പരാതിക്കാരൻ? സെക്ഷൻ 2-5 പരാതിക്കാരൻ്റെ നിർവചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആരാണ് പരാതിക്കാരൻ എന്ന് പറയുന്നത്? ആർക്കാണ് പരാതി കൊടുക്കാൻ പറ്റുക എന്ന് പറയാണ്. അപ്പോൾ ഒരു ഉപഭോക്താവിന് നേരിട്ട് പരാതി കൊടുക്കാം. ഞാനൊരു ഉപഭോക്താവാണെങ്കിൽ എനിക്ക് നേരിട്ട് പോയി പരാതി കൊടുക്കാം. ഒരേ താല്പര്യമുള്ള ഒന്നോ അതിലധികം ഉപഭോക്താക്കൾ, ഒരേ താല്പര്യമുള്ള അല്ലെങ്കിൽ ഒരേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരേ താല്പര്യമുള്ള ഒന്നോ അതിലധികമോ ഉപഭോക്താക്കൾക്ക് പരാതി കൊടുക്കാം. നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉപഭോക്തൃ അസോസിയേഷൻ. നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉപഭോക്തൃ അസോസിയേഷനും പരാതി കൊടുക്കാം. നെക്സ്റ്റ്, കേന്ദ്ര ഗവൺമെൻറ്റിന് പരാതി കൊടുക്കാം. അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റിനും പരാതി കൊടുക്കാം. കേന്ദ്ര അതോറിറ്റിക്കും പരാതി കൊടുക്കാവുന്നതാണ്. ഒരു ഉപഭോക്താവിന് മരണം സംഭവിച്ചാൽ അയാൾക്ക് വേണ്ടി അയാളുടെ നിയമപരമായ അവകാശിക്ക് എന്ത് കൊടുക്കാം? പരാതി കൊടുക്കാം. ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, ഉപയോഗിച്ച ആൾ മരണം സംഭവിച്ചു. അപ്പം മരിച്ച ആൾക്ക് പരാതി കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം എന്ത് ചെയ്യും? അയാളുമായി ഏറ്റവും അടുത്ത് നിയമപരമായി ബന്ധപ്പെട്ട ആൾക്ക് എന്ത് ചെയ്യാം? പരാതി കൊടുക്കാം. നെക്സ്റ്റ് വരുന്നത്, ഒരു വ്യക്തി പ്രായപൂർത്തി ആകാത്ത ഉപഭോക്താവാണെങ്കിൽ ആ വ്യക്തിയുടെ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ രക്ഷകർത്താക്കൾക്ക് പരാതി കൊടുക്കാം. ഒരു വ്യക്തി പ്രായപൂർത്തിയാകാത്ത ഉപഭോക്താവാണെങ്കിൽ ആ വ്യക്തിയുടെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ രക്ഷിതാവിന് പരാതി കൊടുക്കാൻ പറ്റും.
ഇനി നമുക്ക് 3 തലത്തിലുള്ള സമിതികളുണ്ട് അല്ലേ. ഒന്ന് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതി, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതി, ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതി. ഇങ്ങനെ 3 തലങ്ങളിലുള്ള സമിതികളാണുള്ളത്. അപ്പോൾ കേന്ദ്ര സമിതി, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിജ്ഞാപനത്തിലൂടെയാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതി രൂപപ്പെട്ടത് അല്ലേ, രൂപീകരിക്കുന്നത്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിജ്ഞാപനത്തിലൂടെയാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതി എന്ന കേന്ദ്ര സമിതി രൂപീകരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഏതാണ്? അതായത് ഈ കേന്ദ്ര സമിതിൻ്റെ ചെയർപേഴ്സൺ എപ്പോഴും ആരായിരിക്കും? കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രിയാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ചെയർപേഴ്സണായിട്ട് വരുന്നത്. നെക്സ്റ്റ് ഇതെന്താണ്? അതുപോലെ വർഷത്തിൽ കുറഞ്ഞത് ഒരു യോഗമെങ്കിലും ആര് ചെയ്തിരിക്കണം എന്നാണ് കേന്ദ്ര സമിതി? ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും യോഗം കൂടണമെന്ന് നിർബന്ധമുണ്ട്. അടുത്തത് വരുന്നത് സംസ്ഥാന സമിതി. അതായത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിജ്ഞാപനത്തിലൂടെയാണ് സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതി രൂപീകരിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിജ്ഞാപനത്തിലൂടെയാണ് സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതി രൂപീകരിക്കുന്നത്. ഇതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സംസ്ഥാന ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കും. ഇതിൻ്റെ ചെയർപേഴ്സൺ സംസ്ഥാന ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി. വർഷത്തിൽ കുറഞ്ഞത് 2 തവണയെങ്കിലും യോഗം ചേരണമെന്ന് നിർബന്ധമുണ്ട്. വർഷത്തിൽ സംസ്ഥാന സമിതി 2 യോഗമെങ്കിലും ചേരേണ്ടതാണ്. നെക്സ്റ്റ് ജില്ലാ സമിതി. അതായത് ജില്ലാ സമിതി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിജ്ഞാപനത്തിലൂടെയാണ് ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതി എന്ന ജില്ലാ സമിതി രൂപീകരിക്കുന്നത്. ജില്ലാ സമിതി രൂപീകരിച്ചത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിജ്ഞാപനത്തിലൂടെയാണ്. അതേപോലെ തന്നെയാണ് സംസ്ഥാന സമിതിയും രൂപീകരിച്ചത്. ഈ ജില്ലാ സമിതിയുടെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും, അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആരായിരിക്കും? ജില്ലാ കളക്ടറാണ്. അതേപോലെ തന്നെ വർഷത്തിൽ കുറഞ്ഞത് 2 യോഗങ്ങളെങ്കിലും കൂടേണ്ടതാണ്. സംസ്ഥാന സമിതി ആയാലും ജില്ലാ സമിതി ആയാലും വർഷത്തിൽ 2 തവണ യോഗം ചേരണമെന്ന് നിർബന്ധമുണ്ട്. കേന്ദ്രത്തിന് മാത്രമേ വർഷത്തിൽ 1 തവണ യോഗം എന്ന് പറയുന്നുള്ളൂ. ഈ കേന്ദ്ര സംരക്ഷണ അതോറിറ്റി നിലവിൽ വന്നത് 2020 ജൂലൈ 24-നാണ്. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നിലയിൽ വന്നത് 2020 ജൂലൈ 24-ന്. ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. അംഗങ്ങൾ ഒരു ചീഫ് കമ്മീഷണറും 5-ൽ കുറയാത്ത കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. ഒരു ചീഫ് കമ്മീഷണർ ഉണ്ടായിരിക്കും, അതുപോലെ 5-ൽ കുറയാത്ത കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. ഇവരെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്. കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് അന്വേഷണം നടത്താനും നടപടികൾ എടുക്കാനും അധികാരമുണ്ട്. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് അന്വേഷണം നടത്താനും അതുപോലെ നടപടികൾ എടുക്കാനും അധികാരമുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അല്ലേ. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ സെക്ഷൻ 28-73 ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ വരുന്നത്. അതും 3 തലത്തിലുണ്ട്. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, കേന്ദ്ര തർക്ക പരിഹാര
കമ്മീഷൻ. ഇങ്ങനെ 3 തലങ്ങളിലുണ്ട് തർക്കപരിഹാര കമ്മീഷൻ. ഈ തർക്കപരിഹാര കമ്മീഷനെ കുറിച്ച് പറയുന്നത് ജില്ലാ തർക്കപരിഹാര കമ്മീഷനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 28-ലാണ്. 28 to 73 വരെ തർക്കപരിഹാര കമ്മീഷൻ തന്നെയാണ്. അതിൽ ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 28. ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിലെ അംഗങ്ങൾ ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കും, 2-ൽ കുറയാത്ത അംഗങ്ങൾ ഉണ്ടായിരിക്കും. ഒരു പ്രസിഡന്റും 2-ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കും. അതായത് 50 ലക്ഷത്തിന് താഴെയുള്ള സേവനങ്ങൾക്കും ചരക്കുകൾക്കും എതിരെയുള്ള പരാതികൾ ഇവിടെ പരിഹരിക്കപ്പെടും. എവിടെ? ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിൽ പരിഹരിക്കപ്പെടുന്നത് 50 ലക്ഷത്തിന് താഴെയുള്ള സേവനങ്ങൾക്കും ചരക്കുകൾക്കും എതിരെയുള്ള പരാതികളാണ്. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യണം, എത്ര ലക്ഷമാണ്? 50 ലക്ഷത്തിന് താഴെ. ഇങ്ങനെ അതായത് ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിൽ നൽകിയ പരാതിക്ക് ഉത്തരവ് ലഭിച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ പരാതിക്കുള്ള പരിഹാരം പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമുക്ക് പൂർണ്ണമായിട്ടും അതായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പീലിന് പോകാം. ഈ അപ്പീൽ എന്ത് ചെയ്യണം? 45 ദിവസത്തിനുള്ളിലായിട്ടാണ് നമുക്ക് അപ്പീലിന് പോകേണ്ടത്. ഉത്തരവ് ലഭിച്ച് 45 ദിവസത്തിനുള്ളിൽ അപ്പീലിന് പോകാം. എവിടെ നമ്മൾ അപ്പീൽ സമർപ്പിക്കേണ്ടത്? സംസ്ഥാന തർക്കപരിഹാര കമ്മീഷനിലേക്കാണ് അപ്പീൽ പോകുന്നത്, അല്ലേ? സംസ്ഥാന തർക്കപരിഹാര കമ്മീഷനിലേക്കാണ് നമ്മൾ അപ്പീൽ വിടുന്നത്. അപ്പോൾ ഈ സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനെ കുറിച്ച് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 42-ആണ്. സെക്ഷൻ 42-ലാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ഇതിലെ അംഗങ്ങൾ ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കും, 4-ൽ കുറയാത്ത അംഗങ്ങൾ ഉണ്ടായിരിക്കും. പ്രസിഡന്റും 4-ൽ കവിയാത്ത അംഗങ്ങളും. ഇവിടെ പരിഹരിക്കപ്പെടുന്ന കേസ് എന്ന് പറയുന്നത് 50 ലക്ഷത്തിനും 1 കോടിക്കും ഇടയിലുള്ള പരാതികളാണ്. ഇവിടെ പരിഹരിക്കപ്പെടുന്നത് 50 ലക്ഷത്തിനും 1 കോടിക്കും ഇടയിലുള്ള പരാതികളാണ് ഇവിടെ സ്വീകരിക്കുന്നത്. ഇനി ഇവരുടെ ഉത്തരവ് ലഭിച്ചിട്ട്, അതായത് നമുക്ക് തൃപ്തികരമായ ഉത്തരവല്ല ലഭിച്ചതെങ്കിൽ നമുക്ക് അപ്പീലിന് പോകാം. അപ്പോൾ അപ്പീലിന് പോകണമെങ്കിൽ ഉത്തരവ് ലഭിച്ച തീയതി മുതൽ 30 ദിവസത്തിനുള്ളിലാണ് നമ്മൾ അപ്പീലിന് പോകേണ്ടത്. ഇനി അപ്പീൽ ആർക്കാണ് സമർപ്പിക്കുക? ദേശീയ കമ്മീഷനിലാണ് നമ്മൾ അപ്പീൽ സമർപ്പിക്കേണ്ടത്. എവിടെയാണ്? ദേശീയ കമ്മീഷന്. അപ്പോൾ അതേപോലെ കേന്ദ്ര തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് ഏത്? സെക്ഷൻ 53-ൽ, അല്ലേ? സെക്ഷൻ 53-ലാണ് ദേശീയ തർക്ക പരിഹാര കമ്മീഷൻ അല്ലെങ്കിൽ കേന്ദ്ര തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ഈ കമ്മീഷൻ രൂപീകരിച്ചത് 1988-ലാണ്. അതിൽ അംഗങ്ങൾ എന്ന് പറയുന്നത് പ്രസിഡന്റ് ഉണ്ടായിരിക്കും, 4-ൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടായിരിക്കും. 2 കോടിക്ക് മുകളിലുള്ള പരാതികളാണ് ഇവിടെ പരിഹരിക്കപ്പെടുന്നത്. 2 കോടിക്ക് മുകളിലുള്ള പരാതികൾ ഇവിടെ പരിഹരിക്കപ്പെടുന്നു. അതുപോലെ നമുക്ക് ഇവിടെ നിന്നും അവരുടെ നമുക്ക് കിട്ടിയ തൃപ്തികരമല്ലാത്ത ഒരു ഉത്തരവാണെങ്കിൽ ആ ഉത്തരവിന് എതിരെ നമുക്ക് വീണ്ടും അപ്പീലിന് പോകാം. അങ്ങനെ അപ്പീലിന് പോകണം എന്നുണ്ടെങ്കിൽ അതും എത്ര ദിവസത്തിനുള്ളിൽ പോകണം? 30 ദിവസത്തിനുള്ളിലാണ് അപ്പീൽ പോകേണ്ടത്. 30 ദിവസത്തിനുള്ളിൽ അപ്പീൽ പോകണം. ഈ അപ്പീൽ നമ്മളിപ്പോൾ കേന്ദ്രത്തിലെത്തിയില്ലേ? കേന്ദ്രത്തിൽ നിന്നും പിന്നെ എവിടേക്കാണ് പോവുക? അത് പോകുന്നത് നേരെ സുപ്രീം കോടതിയിലേക്കാണ്. കേന്ദ്രത്തിൽ നിന്ന് അപ്പീൽ പോകേണ്ടത് സുപ്രീം കോടതിയിലേക്ക്. ഇവരുടെ കാലാവധി, അല്ലേ? നമ്മൾ തർക്കപരിഹാര കമ്മീഷനിലെ അധ്യക്ഷൻ്റെ അല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. തർക്കപരിഹാര കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 67 വയസ്സാണ്. പ്രസിഡന്റിന് മാത്രം 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെ തുടരാം. അതിൽ അംഗങ്ങൾക്ക് 5 വർഷം അല്ലെങ്കിൽ 67 വയസ്സ്. ഇനി എപ്പോഴൊക്കെയാണ് നമ്മൾ പരാതിക്ക് പോവുക? പരാതി നമ്മൾ പറഞ്ഞു, ഇപ്പോൾ പരാതികൾ പരിഹരിക്കപ്പെടുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് നമ്മൾ പരാതിക്ക് പോകേണ്ടതെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ,
വിലയ്ക്ക് വാങ്ങിയ സാധനത്തിന് കേടുപാടുകൾ അല്ലെങ്കിൽ പോരായ്മ സംഭവിക്കുകയാണെങ്കിൽ, ശ്രദ്ധിക്കണം, വിലയ്ക്ക് വാങ്ങിയ സാധനത്തിന് കേടുപാടുകൾ അല്ലെങ്കിൽ പോരായ്മ സംഭവിക്കുകയാണെങ്കിൽ, ക്യാഷ് കൊടുത്ത് വാങ്ങിയ സാധനത്തിനാണ്, ആരെങ്കിലും ഗിഫ്റ്റ് തരുകയും മറ്റു ചെയ്ത സാധനങ്ങൾക്ക് എന്തില്ല, നമ്മൾ പരാതി കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ വിവിധ സർക്കാരിതര സ്ഥാപനങ്ങളിൽ നിന്നും ലഭിച്ച സേവനത്തിന് പോരായ്മകൾ സംഭവിക്കുകയാണെങ്കിൽ, അല്ലേ, വിവിധ സർക്കാർ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ സർക്കാരിതര സ്ഥാപനങ്ങളിൽ നിന്നോ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള സേവനത്തിന് പോരായ്മ, അവർ നമുക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് തന്നിട്ടില്ല എങ്കിൽ അവർക്കെതിരെ നമുക്ക് പരാതി പോകാവുന്നതാണ്. അതുപോലെ നിയമാനുസൃതം രേഖപ്പെടുത്തിയിട്ടുള്ളതോ നിർണയിക്കപ്പെട്ടിട്ടുള്ളതോ ആയ വിലയേക്കാൾ കൂടുതൽ വില ഈടാക്കുകയാണെങ്കിൽ, അല്ലേ, നിയമാനുസൃതം രേഖപ്പെടുത്തിയിട്ടുള്ളതോ അല്ലെങ്കിൽ നിർണയിക്കപ്പെട്ടിട്ടുള്ളതോ ആയ വിലയേക്കാൾ കൂടുതൽ തുക ഈടാക്കുകയാണെങ്കിൽ, അതുപോലെ മായം ചേർക്കൽ നിരോധന നിയമം ലംഘിച്ചാൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാത്തിനെതിരെയും പരാതിക്ക് പോകേണ്ടി വരും. മായം ചേർക്കാത്ത ഒരു സാധനം നമുക്കിന്ന് കിട്ടുന്നില്ല. അപ്പോൾ മായം ചേർക്കൽ നിരോധന നിയമം ലംഘിക്കുകയാണെങ്കിൽ. നെക്സ്റ്റ്, ജീവന് ഹാനികരമായതും സുരക്ഷിതമല്ലാത്തതുമായ സാധനങ്ങൾ വിൽക്കുകയാണെങ്കിൽ, ജീവന് ഹാനികരമായതോ സുരക്ഷിതമല്ലാത്തതോ ആയ സാധനങ്ങൾ വിൽക്കുകയാണെങ്കിൽ, അതുപോലെ ന്യായരഹിതവും ഉപഭോക്താവിൻ്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നതുമായ വ്യാപാര നടപടികൾ മൂലം നഷ്ടമുണ്ടായാൽ, അല്ലേ, ന്യായരഹിതവും ഉപഭോക്താവിൻ്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നതുമായ വ്യാപാര നടപടികൾ മൂലം നഷ്ടമുണ്ടാവുകയാണെങ്കിൽ നമുക്ക് പരാതി കൊടുക്കാം. അതുപോലെ വിൽപ്പന ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയാൽ നമുക്ക് പരാതി കൊടുക്കാം, അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും പരസ്യത്തിൻ്റെ പിറകെയാണ് എല്ലാവരും. പരസ്യത്തിൽ കാണുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് ഉപയോഗിക്കുന്നു. അതുപോലെ കോസ്റ്റ്യൂം സാധനങ്ങളെല്ലാം നമ്മൾ പരസ്യത്തിൽ കണ്ടിട്ടാണ് വാങ്ങിക്കുന്നത്. അതവർ തെറ്റായ രീതിയിലുള്ള പരസ്യമാണ് തന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനെതിരെ പരാതിക്ക് പോവാവുന്നതാണ്. അടുത്തത് കുറ്റങ്ങളും പിഴകളും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പിഴകളുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് പിഴകൾ എന്നൊക്കെ നോക്കാം. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിച്ചിട്ടില്ല എങ്കിൽ വരുന്ന ശിക്ഷ 6 മാസം വരെ തടവോ 20 ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കും. കേന്ദ്ര അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ല എങ്കിൽ 6 മാസം വരെ തടവ് അല്ലെങ്കിൽ 20 ലക്ഷം രൂപ വരെ പിഴ അല്ലെങ്കിൽ അത് രണ്ടും കൂടിയോ ലഭിക്കാവുന്നതാണ്. ഇനി നേരത്തെ പറഞ്ഞ മാതിരി തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് 2 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ്. 2 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും. കുറ്റം ആവർത്തിച്ചാൽ 5 വർഷം വരെ തടവും 50 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും. കുറ്റം ആവർത്തിച്ചാൽ വീണ്ടും അതേ കുറ്റം തന്നെ ചെയ്യുകയാണെങ്കിൽ 5 വർഷം വരെ തടവും 50 ലക്ഷം രൂപ പിഴയും ലഭിക്കും. ഇനി മായം കലർന്ന ഉൽപ്പന്നത്തിൻ്റെ നിർമ്മാണം, സംഭരണം, വിതരണം, വിൽപ്പന അല്ലെങ്കിൽ ഇറക്കുമതി എന്നിവയുമായി ബന്ധപ്പെട്ട ശിക്ഷ. മായം കലർന്ന ഉൽപ്പന്നത്തിൻ്റെ നിർമ്മാണം, സംഭരണം, വിതരണം, വിൽപ്പന അല്ലെങ്കിൽ ഇറക്കുമതി എന്നിവയുമായി ബന്ധപ്പെട്ട ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ, ഉപഭോക്താവിന് ഹാനി ഉണ്ടായില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഉപഭോക്താവിന് വലിയ രീതിയിലുള്ള ഒന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള കുഴപ്പങ്ങൾ ഉള്ളുന്നുണ്ടെങ്കിൽ 6 മാസം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും കടക്കാരന് ലഭിക്കും, അല്ലേ. അല്ലെങ്കിൽ ആ പരസ്യത്തിൽ അഭിനയിച്ച ആൾക്ക് 6 മാസം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും ലഭിക്കും. ഉപഭോക്താവിന് ഗുരുതരമല്ലാത്ത ഹാനി ഉണ്ടായാൽ, വലിയ ഗുരുതരമല്ലാത്തൊരു ഹാനി ഉണ്ടാവുകയാണെങ്കിൽ 1 വർഷം വരെ തടവും 3 ലക്ഷം രൂപ പിഴയും ലഭിക്കും. 1 വർഷം വരെ തടവും 3 ലക്ഷം രൂപ പിഴയും ലഭിക്കും.
ഉപഭോക്താവിന് ഗുരുതരമായ ഹാനിയുണ്ടായാൽ എത്ര വർഷം? 7 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും. ഉപഭോക്താവിന് ഗുരുതരമായ ഹാനിയാണെങ്കിൽ 7 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും. ഉപഭോക്താവിന് മരണം സംഭവിച്ചാൽ 7 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ തടവും 10 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിച്ചിരിക്കും. ഉപഭോക്താവിന് മരണം സംഭവിച്ചാൽ 7 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ തടവും 10 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിച്ചിരിക്കും. അതുപോലെ കുറ്റം തെളിഞ്ഞാൽ കോടതിക്ക് ആ വ്യക്തിയുടെ ലൈസൻസ് വരെ സസ്പെൻഡ് ചെയ്യാവുന്നതാണ്. തുടർന്നും കുറ്റം ആവർത്തിച്ചാൽ ലൈസൻസ് റദ്ദാക്കപ്പെടും. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ വീഡിയോ കുറച്ച് ലെങ്തി വീഡിയോ ആണ്, പക്ഷേ ഇത് ഇത്രയും നമ്മൾ ഡീപ്പായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഉപഭോക്തൃ സംരക്ഷണം എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ചോദിക്കാനില്ല. അപ്പോൾ എല്ലാവരും മുഴുവൻ വീഡിയോയും കാണാം. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നാളെ വരും. ഓക്കെ.